പ്രയാഗ്രാജിൽ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശരിക്കും പ്രയാഗ്രാജിൽ ഇറങ്ങാം. അറൈൽ ഘട്ടിലേക്ക് വരാം. അറൈൽ ഘട്ടിൽ ഇത് സോമേശ്വർ ടെമ്പിൾ ആണ്, പുരാതന ക്ഷേത്രമാണ്. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളിലെല്ലാം പ്രതിപാദിക്കുന്ന സോമേശ്വര ക്ഷേത്രത്തിന്റെ മുന്നിലാണ്, ആ കമാനത്തിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ സോമേശ്വർ ഘട്ടിലേക്ക് വരാം. അവിടെ നിന്ന് അറൈൽ ഘട്ട് സെക്ടർ 24 അധികം തിരക്കില്ല. തിരക്കുണ്ട്. ഇന്ന് വസന്ത പഞ്ചമി ആയതുകൊണ്ട് ഇന്ന് തിരക്കുണ്ട്, അത്യാവശ്യം തിരക്കുണ്ട്. ഇന്ന് സരസ്വതി ദേവി നമ്മുടെ ത്രിവേണി സംഗമത്തിൽ സാക്ഷ്യം വഹിച്ച അല്ലെങ്കിൽ സാന്നിധ്യം തെളിയിച്ച ദിവസമാണ്. അതായത് സരസ്വതി ദേവി ത്രിവേണി സംഗമത്തിൽ സരസ്വതി ദേവിയുടെ ജന്മദിനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം അങ്ങനെയുള്ള ദിവസം കൂടിയാണ്. അതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയും. ഇന്ന് ഇവിടെ സ്നാനം ചെയ്യണമെന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഇവിടേക്ക് വരാം, അരൈൽ ഘട്ടിലേക്ക് വരാം, സരസ്വതി ഘട്ടിലേക്ക് വരാം. അതുപോലെ തന്നെ നമ്മുടെ സെക്ടർ 24 വന്നിട്ട് സ്നാനം ചെയ്യാം. ഇന്നത്തെ തിരക്കാണെങ്കിലും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി തിരിഞ്ഞാൽ വലിയ തിരക്കൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഗംഗയിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കാൻ ഒരു കാര്യമുണ്ട്. നമ്മുടെ അമ്മയുടെ കൈ പിടിച്ചിട്ട് നടക്കൂലേ, അതുപോലെ ഗംഗാ നദിക്ക് ഓളമുണ്ട് ചെറുതായിട്ട്. അപ്പം ആ ഓളക്കല്ലൊന്നും പേടിക്കാതെയും ഭയപ്പെടാതെയും ഇരിക്കാൻ ഒരു അമ്മയുടെ കൈ പിടിച്ചൊരു കുഞ്ഞ് എങ്ങനെ പോകുന്നുവോ അതുപോലെ നദിയിൽ ഇറങ്ങുന്ന സമയത്ത് ഗംഗാ നദിയിലേക്ക് നമ്മൾ പാദം വെക്കുമ്പോൾ അമ്മയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അമ്മ എന്നെ നയിക്കുന്നു എന്ന് സങ്കല്പിച്ചാൽ ഒന്നും വിഷമിക്കാനില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ. എൻ്റെ 4 ദിവസത്തെ സ്നാനം കഴിഞ്ഞു. അതിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ്, സുഖമായിട്ട് അമ്മയുടെ അടുത്ത് പോയി നമുക്ക് സ്നാനം ചെയ്തിട്ട് വരാം. 3 നദികളും സംഗമിച്ച് അമ്മയായി ഗംഗയായിട്ട് പിന്നെയും മാറുകയാണ്. അപ്പം ഇന്ന് സരസ്വതി ദേവിയുടെ ജന്മദിനം എന്ന് നമ്മൾ കരുതുന്നത് പോലെ, അതായത് ഇന്ന് ത്രിവേണി സംഗമത്തിൽ അമ്മ ഉദ്ഭവിച്ചു എന്നതിൻ്റെ ദിവസം കൂടി, അതിൻ്റെ ഓർമ്മ പുതുക്കലും കൂടി ആയതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ സരസ്വതി സ്നാനഘട്ടിൽ വന്ന് സ്നാനം ചെയ്യാൻ സാധിക്കുന്നവർക്ക് ബുദ്ധിക്കും ഉണർവിനും ഓജസ്സും ഒക്കെ പ്രദാനം ചെയ്യുന്ന ദിവസമായിരിക്കും. അതാണ് ഇത്രയ്ക്ക് അധികം തിരക്ക്. കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് ശരിക്ക് സ്നാനം ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കും പ്രധാനപ്പെട്ട ദിവസമാണിന്ന്. കഴിയുന്നവരെല്ലാം വന്ന് സ്നാനം ചെയ്യാൻ ശ്രമിക്കുക, അല്ലാത്തവർ പ്രാർത്ഥിക്കുക. എന്താണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് കുംഭമേളയിൽ പങ്കെടുത്തിട്ട് നിധിയൊന്നും കൊണ്ടുപോകാനൊന്നുമില്ല. പക്ഷെ കൊണ്ടുപോകാം നിധി. നമ്മുടെ അന്തരാത്മാവിൽ നമ്മളിൽ ലീനമായിരിക്കും നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാം. അതുപോലെ തന്നെ നമുക്ക് മോക്ഷപ്രാപ്തി, പിതൃതർപ്പണ മോക്ഷം, അങ്ങനെ എല്ലാ തരത്തിലുള്ള മോക്ഷമാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കാനുള്ളത് എന്നുള്ളതാണ്. ജന്മാന്തര പാപങ്ങളിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഒരു മുക്തി, അതിനു വേണ്ടിയിട്ട് സായുജ്യമടഞ്ഞ് തിരിച്ചു പോകാം എന്നൊരു സങ്കല്പത്തിലാണ്, എന്ന വിശ്വാസത്തിലാണ് സനാതനധർമ്മം നമ്മളെ പഠിപ്പിച്ച ആ വിശ്വാസത്തിൻ്റെ പുറത്ത് ഇന്ന് 4 സ്നാനം പൂർത്തീകരിച്ചിട്ട് ഇന്നിവിടെ നിന്ന് പോകാൻ യാത്രയാകാൻ തുടങ്ങിയാണ്. നേരെ പ്രയാഗ്രാജിൽ നിന്ന് ശരിക്കും വാരണാസിക്ക്, അവിടെ നിന്ന് എൻ്റെ ദേശം തിരുവനന്തപുരത്തേക്ക്.